അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്ന സെക്ഷൻ ഫോർമുലയാണ്. സെക്ഷൻ ഫോർമുല ഇന്റേണൽ ആയിട്ട് കട്ട് ചെയ്യുന്ന കേസും ഉണ്ട്, എക്സ്റ്റേണൽ ആയിട്ട് കട്ട് ചെയ്യുന്ന കേസും ഉണ്ട്. ഈ സെക്ഷൻ ഫോർമുലേനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിന് കണ്ടിട്ടുണ്ട്. ഇനി സെക്ഷൻ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഞാനൊരു ലൈൻ വരയ്ക്കുവാണ്. ആ ഒരു ലൈനിന് m/n എന്ന റേഷ്യോയിൽ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ആ ഒരു ലൈനിന് m/n എന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഞാൻ x2 y2 എന്നെടുത്തു. ഓക്കെ, ഈ ഒരു പോയിന്റിനെ ഞാൻ x1 y1 എന്നെടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ ഒരു പോയിന്റ് xy ആണെന്ന് വിചാരിക്കുക. ഈ ഒരു പോയിന്റ് നമ്മുടെ ലൈനിനെ m/n, ഇതിപ്പോ അകത്ത് നിന്നല്ല കട്ട് ചെയ്യുന്ന, അപ്പോൾ ഇന്റേണൽ സെക്ഷൻ ആണ് വരുന്നത്. അങ്ങനെ കട്ട് ചെയ്ത കേസ് പറയും. എന്നിട്ട് നമ്മളൊക്കെ പറയും ഈ കോർഡിനേറ്റും തരും, x2 y2 തരും, x1 y1 തരും, ഇത് കണ്ടുപിടിക്കാൻ പറയും. ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പിലത്തെ വീഡിയോയിൽ നമ്മൾ ഇത് ഓരോന്നിന്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ അതൊന്നുകൂടി എടുക്കുവാണ്. കാരണം അതെടുത്തു കഴിഞ്ഞാൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഇതെങ്ങനെയാണ് വരുന്നതെന്ന്. ഓക്കെ ഓക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഈ നടുക്കുള്ള ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ xy എന്ന് പറയുമ്പോൾ mx2 പ്ലസ് nx1 ഡിവൈഡഡ് ബൈ m+n, അതുപോലെ തന്നെ my2 പ്ലസ് ny1 ഡിവൈഡ് ബൈ m+n എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ആക്ച്വലി അത് കാണാതെ പഠിക്കരുത്. ഇവിടെ ഇപ്പോൾ m അല്ലേ കിടക്കുന്നത്, m/n എന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്യണമെങ്കിൽ m ഇവിടുത്തെ കോർഡിനേറ്റ്സ്, അതുപോലെ തന്നെ n ഇപ്പുറത്തെ കോർഡിനേറ്റ്സ് ഓപ്പോസിറ്റ് ആയിരിക്കും പോകുന്നത്. അതാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. m/x2, അത് കഴിഞ്ഞിട്ട് n/x1 ഡിവൈഡ് ബൈ m+1 ഇതിന്റെ സമ്മ്, അതുപോലെ m/y2 n/y1, അതുപോലെ തന്നെ താഴെ സമ്മ്. അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതെങ്ങനെ വന്നു എന്ന് നമുക്കറിയണം അല്ലേ? ഇത് എങ്ങനെ വന്നു എന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മറക്കത്തില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു നമ്മൾ എന്താണ് ചെയ്തത്. ഈ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഹൈറ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? y2 എന്ന് പറഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ ഇത് എത്രയാ? y1 എന്ന് എനിക്ക് പറഞ്ഞു കിട്ടും. ഓക്കെ, ആ ഒരു ഹൈറ്റ് y1 എന്ന് പറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ഹൈറ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിന് എത്ര എന്ന് പറഞ്ഞു കിട്ടും? ഈ ഒരു ഹൈറ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്കത് y എന്ന് പറഞ്ഞെടുക്കാം. കാരണം അതിൻ്റെ y കോർഡിനേറ്റ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിന്റെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് y അല്ലേ? ഓക്കെ, അതാണ് എനിക്കവിടെ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ, അതായത് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഈ ഒരു y ആക്സിസിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള കംപ്ലീറ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, ഞാനത് ഒന്നുകൂടി റെപ്രസെന്റ് ചെയ്ത് കാണിച്ചുതരാം. ഓക്കെ, ഇത് ഈ ഒരു ഡിസ്റ്റൻസ് കംപ്ലീറ്റ് y2, ഈ ഒരു ഡിസ്റ്റൻസ് കംപ്ലീറ്റ് y, ഈ ഒരു ഡിസ്റ്റൻസ് കംപ്ലീറ്റ് y1. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ y, ഇവിടം തൊട്ട് ഇവിടം വരെ y1, ഇവിടം തൊട്ട് ഇവിടം വരെ y2. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്കറിയാം ദാ ഇത് എക്സ് ആക്സിസ് ആണെങ്കിൽ ഇവിടം തൊട്ട് ഇത്രയും വരെയുള്ള ഡിസ്റ്റൻസ് ആണ് y1 x1 എന്ന് പറഞ്ഞ് നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു. ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോർഷന്റെ ലെങ്ത് എത്ര കിട്ടും നമുക്ക്? x1 മൈനസ് എന്ത് രീതിയിൽ എക്സ് മൈനസ് എക്സ് വൺ എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടും. കറക്റ്റ് അല്ലേ? അതുപോലെ തന്നെ ഇവിടം തൊട്ട് ഇത്രയും വരെയുള്ള ലെങ്ത് ആണ് ചോദിച്ചെങ്കിൽ x2 മൈനസ് എക്സ് എന്ന് പറഞ്ഞ് കിട്ടും. ഈ ഒരു സാധനം നമ്മൾ ലാസ്റ്റ് കണ്ടായിരുന്നു.
അപ്പോൾ ഞാനിനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ ഇതൊക്കെ ഒന്ന് മായ്ച്ചിട്ട്, ഓക്കെ, ഞാൻ വേറെ 2 ലൈൻ വരയ്ക്കുവാണേ. അതായത് ഈ ഒരു ട്രയാങ്കിൾ ഇതിങ്ങനെ ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ ഇതിങ്ങനെ ജോയിൻ ചെയ്തു. കളർ മാറ്റി വെച്ചേക്കാം. ഈ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്കറിയായിരുന്നു. ഈ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്കറിയായിരുന്നു. ഈ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്കറിയായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ അവിടുത്തെ ട്രയാങ്കിൾ എടുക്കുവാണ്. ട്രയാങ്കിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം. ഒന്നാമത്തെ ട്രയാങ്കിൾ ഈ ട്രയാങ്കിൾ, രണ്ടാമത്തെ ട്രയാങ്കിൾ ഈ ഒരു ട്രയാങ്കിൾ. ആദ്യത്തെ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് എത്രയാ? ഫസ്റ്റ് ട്രയാങ്കിൾ ഇതാന്ന് വിചാരിച്ചോ. അതിൻ്റെ ബേസ് എത്രയാ? എക്സ് മൈനസ് എക്സ് വണ്ണ്. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ബേസ് എത്രയാ? നമ്മൾ കണ്ടുപിടിച്ചു, എക്സ് 2 മൈനസ് എക്സ് വണ്ണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു ഹൈറ്റ് എടുക്കുമെന്ന് വിചാരിക്കാം. ഞാൻ അത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാം. ഈ ഒരു ട്രയാങ്കിൾ, ഫസ്റ്റത്തെ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് എക്സ് മൈനസ് എക്സ് വൺ എന്ന് പറഞ്ഞ് കിട്ടും. ഈ ഒരു ഹൈറ്റ് എത്രയാ? ഇത് ടോട്ടൽ വൈ, ഇവിടം വരെ വൈ. ഓക്കെ, ഇവിടം വരെ y1 ഉണ്ട്. സോ ഇതെന്ത് വരും? y മൈനസ് y1 എന്ന് പറഞ്ഞ് വരും. ഇത് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ കേസ് എത്ര വരും? രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ കേസിൽ ഇത് എക്സ് മൈനസ് എക്സ് 2 മൈനസ് എക്സ് വരും. ഇതാണെങ്കിൽ എത്ര വരും? ഇതാണെങ്കിൽ നമുക്ക് y2 മൈനസ് വൈ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, y2 മൈനസ് വൈ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ഈ ഒരു ട്രയാങ്കിളിന് രണ്ടിനും ഒരു പ്രത്യേകതയുണ്ട്. ഈ ഞാൻ വരച്ചിരിക്കുന്ന റെഡ് ലൈൻ, അതായത് ഈ ഒരു ലൈനും എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പാരലായിട്ടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിളും ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ ആംഗിളും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഇത് 90 ഡിഗ്രിയാണ് വരുന്നത്, കാരണം നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിള് സെയിം ആയിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിളാന്ന് പറയാം. രണ്ട് ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിളാന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ സിമിലർ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്കറിയാം സിമിലർ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ സെയിം ആയിരിക്കും എന്നറിയാം. അപ്പോൾ ഒന്നാമത്തെ ട്രയാങ്കിളിൽ ഇവിടെ എം എന്ന റേഷ്യോ ഉണ്ട്, ഇവിടെ എൻ ഉണ്ട്. അപ്പം നമുക്ക് എന്ത് പറയാം? m:n എന്ന് പറയുന്നത് എന്തായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം? എക്സ് മൈനസ് എക്സ് വൺ ഡിവൈഡഡ് ബൈ x2 മൈനസ് എക്സ് വൺ ഈക്വൽ ടു y2 മൈനസ് വൈ വൺ, സോറി y മൈനസ് വൈ വൺ, ഇതാണ് കേട്ടോ, y മൈനസ് വൈ വൺ ഡിവൈഡഡ് ബൈ y2 മൈനസ് വൈ എന്ന് എനിക്ക് റെപ്രസെൻ്റ് ചെയ്യാം. y2 മൈനസ് വൈ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ x2 മൈനസ് എക്സ് ആയിരുന്നു, നമ്മൾ എഴുതിയ തെറ്റിക്കഴിഞ്ഞാൽ മൊത്തം തെറ്റും. ഓക്കെ, അപ്പോൾ ഇതിനിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇതാ എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ n ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എക്സ് മൈനസ് എക്സ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് x2 മൈനസ് എക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ട്രയാങ്കിളിൽ വൈ മൈനസ് വൈ വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് താഴെ y2 മൈനസ് വൈ ഉണ്ട്. ഓക്കെ, ഇനി നമ്മളിത് സോൾവ് ചെയ്യുകയെന്ന് വിചാരിക്കാം. ആദ്യം എക്സിൻ്റെ മാത്രം ഞാനെടുത്ത് സോൾവ് ചെയ്യാമെന്ന് വിചാരിക്കാം. എക്സിൻ്റെ മാത്രം ഞാനെടുത്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എക്സിൻ്റെ മാത്രം എടുത്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എം ഇൻറ്റു x2 മൈനസ് എം എക്സ് എന്ന് പറഞ്ഞു വരും. അപ്പുറത്താണെങ്കിൽ n ഇൻറ്റു എക്സ് മൈനസ് n ഇൻറ്റു എക്സ് വൺ എന്ന് പറഞ്ഞു വരും. ഞാനാണെങ്കിൽ എക്സിൻ്റെ ടേമെല്ലാം ഒന്നിച്ച് കൊണ്ടുവരികയാണെന്ന് വിചാരിക്കാം. അതായത് ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഈ എൻ എക്സ് വണ്ണിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. അപ്പം എം ഇൻറ്റു x2 പ്ലസ് n ഇൻറ്റു എക്സ് വൺ ഈക്വൽ ടു എം എക്സ് പ്ലസ് എൻ എക്സ് എന്ന് പറഞ്ഞ് എഴുതാം. ആ എക്സ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എം x2 പ്ലസ് എൻ എക്സ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എം പ്ലസ് എൻ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ y എടുത്ത് ചെയ്ത് കഴിയുമ്പോൾ വൈനും ഇതുപോലെ തന്നെ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഇത് സോൾവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സെക്ഷൻ ഫോർമുല വരുവാണെങ്കിൽ ഇപ്പോൾ ഒരു ലൈൻ ഇങ്ങനെ കിടപ്പുണ്ട്. ആ ലൈനിൽ രണ്ട് പോയിന്റ് ഉണ്ട്, x2 y2.
ഇത് x1 y1. അപ്പോൾ ഒരു പോയിന്റ് ഉണ്ട്, XY എന്നൊരു പോയിന്റ് ഉണ്ട്. കോർഡിനേറ്റ്സ് ആണ്, ഇതെല്ലാം കോർഡിനേറ്റ്സ് ആണ്. ഈ ഒരു പോയിന്റ് ഈ ഒരു ലൈനെ m:n എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കാനായിട്ട് എക്സ് എന്ന് പറയുന്നത് m×x2 ഓപ്പോസിറ്റ് പോവുക, n×x1 ഓപ്പോസിറ്റ് പോവുക, ഡിവൈഡഡ് ബൈ m+n. അതെങ്ങനെ വരുന്നത് നമ്മൾ ഓൾറെഡി കാണിച്ചു. അതുപോലെ തന്നെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? m×y2 പ്ലസ് n×y1 ഡിവൈഡഡ് ബൈ m+n ആയിരിക്കും. ഓക്കെ, ഓപ്പോസിറ്റ് ഇത് കാണാതെ പഠിക്കരുത്. നേരത്തെ ഞാൻ പറഞ്ഞു ഓപ്പോസിറ്റ് പോകുന്ന രീതി പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് 3, 4 എന്നൊരു പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ 6, 8 ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു പോയിന്റിന് ഈ 2 പോയിന്റ് ഉണ്ട്. ഇതാണ് ലൈൻ. ഈ ലൈനിനെ 2:3 എന്ന റേഷ്യോയിൽ ഈ ഒരു പോയിന്റ് കട്ട് ചെയ്തു. ആ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 3×3. ഓക്കെ, 3×3 9. 3×3 9. അടുത്ത 2×6 12 ഡിവൈഡഡ് ബൈ 3 + 2 5. എങ്ങനെയാണ്? 2×6 3×3. ഓക്കെ, ഡിവൈഡഡ് ബൈ 5. പിന്നെ അടുത്ത എന്ത് വരും? വൈ കോർഡിനേറ്റ് വേണം. വൈ കോർഡിനേറ്റ് വരണമെങ്കിൽ 4×3 12 8×2 16 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് വരുന്നത്. ആ ഒരു നടുക്കത്തെ പോയിന്റ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി ചില സമയത്ത് നമുക്ക് പോയിന്റ് തരും. ആ ഒരു സെക്ഷനിലായിട്ട് കട്ട് ചെയ്ത പോയിന്റ് തന്നിട്ട് m:n എന്ന റേഷ്യോ കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, അതായത് 3 പോയിന്റിന്റെയും കോർഡിനേറ്റ് വരും. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പറയും? m:n കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയുവാണെങ്കിൽ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. അതിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ 6:4 എന്ന പോയിന്റ് ഉണ്ട്, 10:4 എന്നൊരു പോയിന്റ് ഉണ്ട്. ഇത് രണ്ടും ചേർന്നൊരു ലൈനായി. ആ ലൈനിനെ 2:3 എന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2×10 20 പ്ലസ് 3×6 18 ഡിവൈഡഡ് ബൈ 2 + 5. ഓക്കെ, ഇപ്പുറത്താണെങ്കിൽ എന്ത് ചെയ്യും? 3×4 12 പ്ലസ് 2×4 8 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, അപ്പോഴത്തേക്കും നമുക്ക് ചെയ്തു വരുമ്പോൾ എത്ര കിട്ടും? 38/5. അതുപോലെ തന്നെ 20/5 4 എന്ന് പറഞ്ഞ് കിട്ടും. ഈ ഒരു പോയിന്റ് ആണ് കിട്ടുന്നത്. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ 3 പോയിന്റും തന്നിട്ട് 2:3 എന്ന റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞതെന്ന് വിചാരിക്കാം. അങ്ങനെ ചോദിക്കുന്ന കേസിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ പോയിന്റ് ഒന്നും തന്നിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റിന് 6:4 എന്നൊരു പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10:14 ആണ്. നടുക്കത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 38:5 ആണ്. ഓക്കെ, ഇത് 4 ആണ്. അപ്പം ഞാനിത് അസ്യൂം ചെയ്യുകയാണ്. ഞാൻ അസ്യൂം ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈനിന് ഈ ഒരു പോയിന്റ് a:n എന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്യണമെന്ന് അസ്യൂം ചെയ്യും. a:n എന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്യണമെന്ന് അസ്യൂം ചെയ്യും. ആക്ച്വലി എൻ്റെ a എന്ന് വെച്ച് കഴിഞ്ഞാൽ m:n ആണ്. അതായത് നമ്മൾ എടുത്ത m:n ആണ് എൻ്റെ a. അങ്ങനെയാണെങ്കിൽ ആ റേഷ്യോ എടുക്കുമ്പോൾ ഇവിടെ m:n ഉം 1 തമ്മിലുള്ള റേഷ്യോ എടുക്കുമ്പോൾ m:n തന്നെ വരുമല്ലോ. അതായത് a/n എന്ന് പറയുന്നത് ഇങ്ങനെ വരുമല്ലോ. അത് m:n തന്നെയല്ലേ. അതുകൊണ്ട് ഞാൻ a m:n ആയിട്ട് അസ്യൂം ചെയ്തു. ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്കറിയാം, ഇനി ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ മതി. ഒന്നെങ്കിൽ എക്സ് കോർഡിനേറ്റ് എടുക്കുക, അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ് മാത്രം എടുക്കുക. ഞാനിപ്പോൾ എക്സ് കോർഡിനേറ്റ് എടുക്കാം. അതല്ലേ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുന്നത് തന്നെ ഞാൻ എടുക്കാം. അപ്പോൾ
ഈ 38:5 എന്ന് പറയുന്നത് നമുക്കറിയാം എ ഇൻറ്റു 10 എ ഇൻറ്റു 10 പ്ലസ് 1 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ എ പ്ലസ് എൻ ആണെന്ന് എനിക്കറിയാം. എ പ്ലസ് എൻ ആണെന്ന് എനിക്കറിയാം അല്ലേ? എ ഇൻറ്റു 10 1 ഇൻറ്റു 6 എ പ്ലസ് എൻ ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ 10 പ്ലസ് 6 ഡിവൈഡഡ് ബൈ എ പ്ലസ് എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 38/5 അല്ലെങ്കിൽ 50 പ്ലസ് 30 ഈക്വൽ ടു 38 പ്ലസ് 38. ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത്. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ 12 എന്ന് പറയുമ്പോൾ 8 എന്ന് പറഞ്ഞു കിട്ടും. അതിൽ നിന്ന് എന്റെ വാല്യൂ എത്ര കിട്ടും? എന്റെ വാല്യൂ 8/12. 8/12 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എത്ര വരും? 2/3 എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ M:N എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 2:3. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഞാൻ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ M:N എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2:3 കിട്ടും. അത് തന്നെയല്ലേ നമ്മൾ ഇവിടെയും കിട്ടിയത്? അപ്പോൾ പോയിന്റ് തന്നിട്ട് നേരെ നമുക്ക് തിരിച്ച് കട്ട് ചെയ്ത റേഷ്യോ ആണ് ചോദിച്ചതെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു രീതിയിൽ ചെയ്യണം. ഇനി ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ ഇന്റേണൽ ആയിട്ട് കട്ട് ചെയ്യുന്ന കേസിലാണ്. ഇനി എക്സ്റ്റേണൽ ആയിട്ട് കട്ട് ചെയ്യുന്ന കേസിൽ ആക്ച്വലി എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഗർ ഏകദേശം ഞാൻ വരച്ചു തരാം. ഇതാണ് x1 y1 എന്നൊരു പോയിന്റ്, ഇത് x2 y2. അപ്പോൾ ഇതാണ് എൻ്റെ ലൈനായിട്ട് വരുന്നത്. എക്സ്റ്റേണൽ ആയിട്ട് കട്ട് ചെയ്യുന്ന കേസിൽ ഇതാ എക്സ്റ്റേണൽ ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. XY എന്നൊരു പോയിന്റ് എക്സ്റ്റേണൽ ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ കട്ട് ചെയ്യുന്ന കേസിൽ ഈ ഒരു ഡിസ്റ്റൻസ് എമ്മും, അതായത് ഫസ്റ്റ് പോയിന്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് എമ്മും സെക്കൻഡ് പോയിന്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് എന്നും ആണെന്ന് വിചാരിക്കാം. ഇതാണ് M:N വരുന്നത്. ഇതാണ് എക്സ്റ്റേണൽ കട്ടിങ് വരുന്നത്. അങ്ങനെ വരുന്ന കേസിൽ നമ്മുടെ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് വേറൊന്നുമില്ല, നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. ഓക്കെ, എന്നിൻ്റെ അപ്പോൾ ഒരു ഡൗട്ട് വരാം, ഏതൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ആണത്? എവിടെയാണ് ദൂരെ കിടക്കുന്നത്? x1 y1 ദൂരെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ n×x1 ആണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ m×x2 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് m×x2 ഓക്കെ മൈനസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് വരുന്നത്? മൈനസ് ആണ്. നേരത്തെ നമ്മൾ പ്ലസ് ആണ് എടുത്തത്, ഇവിടെ മൈനസ് ആണ് വരുന്നത്. അപ്പോൾ n×x1 വീണ്ടും താഴെ നേരത്തെ നമ്മൾ M+N ആണ് എടുത്തത്, പക്ഷെ ഇവിടെ M-N എടുക്കണം. അതുപോലെ തന്നെ y കോർഡിനേറ്റ് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? m×y2 മൈനസ് n×y1 ഡിവൈഡഡ് ബൈ M-N. അതായിരിക്കും ഈ കിടക്കുന്ന എക്സ്റ്റേണൽ പോയിന്റിന്റെ എന്തായിട്ട് വരുന്നത്? കോർഡിനേറ്റ്സ് ആയിട്ട് വരുന്നത്. ഇതാണ് സെക്ഷണൽ ഫോർമുലയിലുള്ളത്. ഇത് എക്സ്റ്റേണൽ കട്ടിങ്, മറ്റൊന്ന് ഇന്റേണൽ കട്ടിങ്. അതുപോലെ തന്നെ നമ്മൾ പോയിന്റ് വന്നിട്ടുള്ള കേസും പറഞ്ഞു. ഓക്കെ,